സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്നതോടെ പാടശേഖരങ്ങളിൽ വീണ്ടും മടവീഴ്ച. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. മുട്ടാർ കൃഷിഭവൻ പരിധിയിലെ മിത്രക്കരി, ആനാറ്റുപുറം, ചൂതനടി, പടിഞ്ഞാറേ ബ്ലോക്ക് പാടശേഖരത്തിൽ തിങ്കളാഴ്ച മട വീണു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന 30 ഏക്കർ വരുന്ന പാടശേഖരമാണിത്. കൃഷി ഇറക്കിയിട്ട് 24 ദിവസം പിന്നിടുന്നു. സാധാരണക്കാരായ 15 കൃഷിക്കാരുടെ അധ്വാനമാണ് വെള്ളത്തിലായത്. കൃഷി ഇറക്കിയിട്ട് 24 ദിവസമായി. കളനാശിനി അടിച്ചു, 1-ാം വളം ചെയ്തു. അതിനുശേഷമാണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് സാധാരണ കൃഷിക്കാരാണ്, ചെറുകിട കൃഷിക്കാരാണ്. നമുക്ക് കൃഷി ഇത് പറ്റിക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ ലഭ്യമാകണം. അടിയന്തരമായിട്ട് ഇത് നമുക്ക് പറ്റിക്കണം. അതുപോലെ തന്നെ ഇത് നശിച്ചു പോയാൽ അടിയന്തരമായി വിത്ത് അടക്കമുള്ള എത്തിക്കുന്നുള്ള സംവിധാനം സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട MLA വിളിച്ചിരുന്നു, ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയെ വിളിച്ചിരുന്നു. അവരൊക്കെ ഇടപെട്ടതിന് ശേഷം നമുക്കൊരു പമ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സിൻ്റെ വലിയ പമ്പാണ്. 1 മണിക്കൂറിൽ 10 ലിറ്റർ ഡീസൽ അതിന് ചിലവാകും. അത് ഈ പറഞ്ഞ ഒരു 30 ഏക്കറുള്ള കൃഷിക്കാരെ കൊണ്ട് 30 ഏക്കറുള്ള പാടശേഖരം താങ്ങുവാനുള്ള പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ഈ പാടശേഖരം മുങ്ങിയാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കുന്നത്തുപുറം പാടശേഖരമുണ്ട്. അതിന് ഭീഷണിയാകും. കുന്നത്തുപുറം പാടശേഖരത്തിന് അപകടം ഉണ്ടായാൽ അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന എടമ്പാടി പാടശേഖരമുണ്ട്. ഈ 3 പാടശേഖരവും അപകട ഭീഷണിയിലാണ്. അതുപോലെ തന്നെ മുട്ടാർ പഞ്ചായത്തിലെ സർവ്വ പാടശേഖരങ്ങളിലും അപകട ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങൾ സന്ദർശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആനാറ്റുപുറം പാടത്ത് മട വീണതോടെ സമീപത്തെ മറ്റു പാടശേഖരങ്ങളും മടവീഴ്ച ഭീഷണി നേരിടുകയാണ്. വെള്ളം വറ്റിക്കുന്നതിനുള്ള സഹായത്തിനൊപ്പം പുറംബണ്ടുകളുടെ സംരക്ഷണത്തിനും നടപടി വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് പായിപ്പാട്, കുറിച്ചി, കൃഷിഭവൻ പരിധികളിലെ പാടശേഖരങ്ങളിലും മടവീണ് കൃഷി നശിച്ചു. പുഞ്ചകൃഷിക്ക് വിത പൂർത്തിയായി നെല്ല് കിളിർത്തു തുടങ്ങിയ പാടങ്ങളെല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. AC റോഡ് ഭാഗത്തുൾപ്പെടുന്ന പായിപ്പാട് പഞ്ചായത്തിലെ കുന്നംപള്ളി, കാപ്പോണപ്പുറം, എട്ട്യാകരി, കാവാലിക്കരി, പൂവത്ത് 900, പൂവത്ത് കിഴക്ക്, മൂല ആലഞ്ചേരി, കൈപ്പുഴാക്കൽ, നക്കറ പുതുവൽ തുടങ്ങിയ ഭാഗങ്ങളിലെ 500-ലധികം ഏക്കർ കൃഷിയാണ് വെള്ളത്തിലായത്. പായിപ്പാട് ഗ്രാമപഞ്ചായത്തിനകത്ത് 1, 15, 16 വാർഡ് പ്രദേശം വരുന്ന പാടശേഖരങ്ങൾക്കകത്ത് മൂലയാലഞ്ചേരി വാക്കല്, 600 വെട്ടുപറമ്പ് പാടം, കൈപ്പുഴാക്കൽ പാടം, എട്ട്യാകരി പാടം, പൂവമ്പാടം, കൊച്ചുകരി, പൂവത്ത് 900 പടിഞ്ഞാറെ കിഴക്ക് മൊത്തത്തിൽ വരുന്ന പാടശേഖരത്തിനകത്ത് 11 പാടശേഖരം മൊത്തം വരുന്നുണ്ട്. ആ 15 പാടശേഖരവും പൂർണ്ണമായി വിതച്ചിട്ടിരിക്കുകയാണ്. ഒരടി വെള്ളം കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാടശേഖരം മൊത്തം വിതച്ച പാടശേഖരം കൃഷി നശിക്കുന്ന അവസ്ഥയിലാണ്. അതിനാവശ്യമായ സർക്കാർ സംവിധാനത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകണം. കാപ്പോണപ്പുറം ഭാഗത്ത് 4 ഇടങ്ങളിലാണ് മട വീണത്. കർഷകരുടെ നേതൃത്വത്തിൽ പലകയടുക്കിയും ചാക്കുകളടുക്കിയും പ്രതിരോധം തീർത്തുവെങ്കിലും ശക്തമായ ഒഴുക്ക് കാരണം വീണ്ടും മടവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് കുറിച്ചി പഞ്ചായത്തിലെ കരിക്കണ്ടം പാടശേഖരത്തിലും മട വീണു. 20 ഏക്കർ കൃഷിയാണ് ഇവിടെ വെള്ളത്തിലായത്. മഴ ശക്തി പ്രാപിക്കുകയും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുകയും ചെയ്താൽ ബാക്കി പാടങ്ങളും വെള്ളത്തിലാകും. പോള കാരണം തോടുകൾ നിറഞ്ഞു കിടക്കുന്നതും പ്രതിസന്ധിയാവുന്നു. വെള്ളം പലയിടത്തും പാടത്തേക്ക് തുളുമ്പിക്കിടക്കുകയാണ്. മടവീഴ്ചയുണ്ടായ പാടശേഖരങ്ങൾ ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സന്ദർശിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആലപ്പുഴയിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുന്ന NKSS ഭാരവാഹികളുടെ ജീവൻ രക്ഷിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ഫണ്ട് റെഗുലേറ്റ് ചെയ്യുക, 4 വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ നൽകിയ MSP അടക്കം നെല്ലുവില കിലോയ്ക്ക് 32 രൂപ 52 പൈസയായി വർദ്ധിപ്പിക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് സമ്പൂർണ്ണമായും സർക്കാർ നൽകുക, പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതി സമരം ശക്തമാക്കിയിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി NKSS സംസ്ഥാന ഭാരവാഹികളായ സോണിച്ചൻ പുളിങ്കുന്നും ലാലിച്ചൻ പള്ളിവാതിക്കലും ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചു വരികയാണ്. നിരവധി സംഘടനകളും നേതാക്കളുമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദിവസവും സമരപന്തലിൽ എത്തിച്ചേരുന്നതും. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സമരക്കാരുടെ ജീവൻ രക്ഷിക്കണമെന്നും സമരപന്തലിലെത്തിയ KC വേണുഗോപാൽ MP സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ രംഗത്ത്
കൃത്യമായിട്ടും നെല്ലിന് കൂലി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ട് അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതിക്ഷോഭം, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ കൃഷിക്കാരനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഒരു ഭാഗത്ത് കടക്കെണി, മറുഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ. ഈ പ്രയാസങ്ങളെല്ലാം നേരിട്ട് എങ്ങനെ കൃഷിക്കാരൻ നിലനിൽക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കർഷക വിരുദ്ധ നയമായിട്ട് സ്വീകരിക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അല്ല. 6 ദിവസം നിരാകാരങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. രാഷ്ട്രീയ കിസാൻ മഹാസംഘ നേതാക്കളായ അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, KV ബിജു, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M ലിജു തുടങ്ങിയവരും സമരപ്പന്തലിൽ എത്തിയിരുന്നു. NKSS ഭാരവാഹികളായ റെജിന അഷ്റഫ്, വിജയലാലി, PR സതീശൻ, ജോസ് കാവുനാട് തുടങ്ങിയവർ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ AC റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ്. നെല്ലുവില രൊക്കം നൽകാൻ ബജറ്റിൽ പണം നീക്കിവെക്കണമെന്നും ആവശ്യം. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചമ്പക്കുളം ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ കർഷക രക്ഷാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് തോമസ്. വില പോലും സംസ്ഥാന ഗവൺമെൻറ് അത് കൈപ്പറ്റിയതിന് ശേഷം കർഷകർക്ക് കൊടുക്കാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നെല്ല് വാങ്ങിയതിന് ശേഷം ആ നെല്ല് കുത്തി അരിയാക്കി വിറ്റ് അതിൻ്റെ പണവും മേടിച്ച് അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. കർഷകരുടെ പണം കൊടുക്കുന്നില്ല. കർഷകർക്ക് വായ്പയായിട്ടാണ് പണം കൊടുക്കുന്നത്. അങ്ങനെ വായ്പയായിട്ട് കൊടുത്തിട്ട് അവരെ ബാധ്യതക്കാരായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ കൃഷിയിടത്തിലെ നെല്ല് അത് ഗവൺമെൻറ് വാങ്ങിയെടുത്ത് വിൽപ്പന നടത്തി അതിൻ്റെ പണവും മേടിച്ചിട്ട് കർഷകന് നൽകാതെ ആ പണം ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള സങ്കടകരമായ യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ആ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങളാണ് അതെല്ലാം യഥാർത്ഥത്തിൽ. ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള ആളാണ്. ഇവിടെ എന്നോടൊപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ബിജു KV തൃശ്ശൂർ ജില്ലക്കാരനാണ്. ശ്രീ ജോർജ് സുരേഖ് സാർ അദ്ദേഹം പാലക്കാട് ജില്ലക്കാരാണ്. അപ്പം നമ്മൾ സ്വതന്ത്ര കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘം എന്ന് പറയുന്ന ഡൽഹിയിൽ കർഷക ഉത്സവം നടത്തിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ്. പുഞ്ചകൃഷിക്ക് ആവശ്യമായ രാസവളങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്ന് ബിനോയ് തോമസ് ആവശ്യപ്പെട്ടു. കൈകാര്യ ചെലവ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കർഷകർ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ ചാക്കപ്പൻ ആന്റണി പഴയ വീട് പള്ളത്തുശ്ശേരി അധ്യക്ഷനായിരുന്നു. ദേശീയ കോർഡിനേറ്റർ KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് ചെയർമാൻ ജോർജ് സിറിയക്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT തോമസ് കാച്ചങ്കോട്, ജില്ലാ പ്രസിഡന്റ് N ഉണ്ണികൃഷ്ണൻ, ദിലീപ് കുമാർ അറവുകാട്, കൺവീനർമാരായ നയനാൻ തോമസ് മുളപ്പാമടം, ഇൻഫാം സംസ്ഥാന സെക്രട്ടറി ടോം ജോസഫ് അരക്കപ്പറമ്പ്, പ്രസിഡന്റ് ടോമിച്ചൻ മേപ്പുറം, ഔസപ്പച്ചൻ ചെറുകാട് തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നാരോപിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ സമരത്തിലേക്ക്. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ. കൈനഗിരിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതരോ MLAയോ MPയോ ഇടപെടുന്നില്ലെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജലജീവൻ പദ്ധതി കൈനഗിരിയിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. തിങ്കളാഴ്ച രാവിലെ 10-ന് കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MR സജീവ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കൈനഗരിയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിച്ച ആളുകൾ മരിക്കുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്നു. ക്യാൻസർ മുഖാന്തരം ജീവിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ കൈനഗരിലുണ്ട്. കാരണം ഇവിടുത്തെ ഹൗസ് ബോട്ട് എന്ന് പോകുന്ന മലിനജലം കുടിച്ച് അതിൽ കുളിച്ച് അതിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ട ഗതികേടിലാണ് കൈനഗരിക്കാർക്കുള്ളത്. ഇന്ന് നമ്മൾ കണ്ടില്ലേ, മനോഹരമായി മഴ പെയ്യുന്നു. പക്ഷേ നമ്മളിവിടെ സമരം ചെയ്യുക. ആ മഴ പെയ്യുമ്പോഴും സമരം ചെയ്യേണ്ട ഗതികേടാണ് ഈ കൈനഗരിലെ നിവാസികൾക്കുള്ളത്. അട്ടപ്പാടി പോയാൽ ഇതിനേക്കാൾ സുന്ദരമായിട്ട് അവർക്ക് ജനങ്ങൾ ജീവിക്കുന്നു. ആ ജനങ്ങൾ ജീവിക്കുന്ന അത്രയും പോലും സൗകര്യമൊരുക്കാത്തൊരു പഞ്ചായത്ത് ഈ കുട്ടനാട്ടിൽ കൈനഗരി മാത്രമേ കാണുള്ളൂ. ഇത്രയേറെ വികസനം മുരടിപ്പിച്ചിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഇവിടെ കൊടുക്കാനിട്ടല്ല. കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടംപോലെ പൈസ ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ജൽജീവൻ പദ്ധതി എല്ലായിടത്തും നടപ്പിലാക്കി, കുട്ടനാട്ടിൽ നടപ്പാക്കിയിട്ടില്ല. ഈ MLA, കുട്ടനാട്ടിലെ MLA, LDF-കാരനായിട്ടുള്ള MLA ഈ പഞ്ചായത്തുകാരനാണ്. കൈനഗരിയുടെ പഞ്ചായത്തുകാരനോ? കൈനഗരി പഞ്ചായത്തിനോട് ഈ MLAയുടെ സമീപനം എന്താ? BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CL ലിജുമോൻ ധർണാ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സുനീഷ് പ്രക്കോലിത്തറ, സമരസമിതി കൺവീനർ PR മനോജ്, മാത്യൂസ് തെക്കേപ്പറമ്പൻ, PP മനോജ്, R സുരേഷ്, ഹരീഷ് എന്നിവർ സംസാരിച്ചു. കൈനഗിരി പഞ്ചായത്തിൽ ഇപ്പോൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രസിഡന്റ് MC പ്രസാദ്. സാങ്കേതിക തകരാറാണ് പ്രശ്നത്തിന് കാരണമായതെന്നും അത് പൂർണ്ണമായും പരിഹരിച്ചു വരികയാണെന്നും പ്രസിഡന്റ് KCV ന്യൂസ് പ്രതിനിധി സനോജ് ഷാജിയോട് പറഞ്ഞു.
കഴിഞ്ഞ 6 മാസമായി കൈനഗിരി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ടെന്ന് പ്രസിഡന്റ് MC പ്രസാദ് പറഞ്ഞു. എന്നാൽ ഇത് മോട്ടോർ സംബന്ധമായ സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണ്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. അതിനായി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കുടിവെള്ള വിതരണം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലല്ലെങ്കിലും അധിക ബാധ്യത ഏറ്റെടുത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് പഞ്ചായത്ത് തുടരുന്നതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കൈനഗിരി പഞ്ചായത്തിലെ കഴിഞ്ഞ 6 മാസമായി കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം മുണ്ടക്കൽ ടാങ്കിലേക്ക് കിഴക്കൻ മേഖലയിൽ പമ്പ് ചെയ്തിരുന്ന ട്യൂബ്വെല്ല് തകരാറായതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് സാങ്കേതികമായി വന്ന തകരാറാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം വാട്ടർ അതോറിറ്റി സ്വീകരിക്കുകയും ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ഘടിപ്പിക്കുകയും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മൈനസ് ഫണ്ടായിട്ടുള്ള കൈനഗിരി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ നിലവിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം കാണാൻ ഇപ്പോഴത്തെ സംവിധാനം മാത്രമല്ല, ബദൽ സംവിധാനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിന് മാത്രമായിട്ട് ഈ പ്രശ്നം പരിഹാരം കാണാൻ വേണ്ടി കഴിയില്ല. മുൻകാലങ്ങളിലെ പോലെ വരൾച്ചാ സമയത്തും ഉപ്പുവെള്ള സമയത്തും കുടിവെള്ള വിതരണം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ. വരൾച്ചയുടെയും ഉപ്പുവെള്ളത്തിന്റെയും കാലത്ത് മുൻകാലങ്ങളിൽ റവന്യൂ വകുപ്പാണ് കുടിവെള്ള വിതരണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായി തീർന്നിരിക്കുകയാണെന്നും ഇതിന് മാറ്റം വരുത്തുവാൻ സർക്കാർ സംവിധാനം തയ്യാറാകണമെന്നും MC പ്രസാദ് ആവശ്യപ്പെട്ടു. ഏതായാലും ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രസിഡന്റ് ഉറപ്പു പറയുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം. 7.5 ലക്ഷം രൂപ മുടക്കി 73 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തെങ്കിലും കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിൽ. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പരുമലക്കടവ് മുല്ലശ്ശേരിക്കടവ് കടപ്രമഠം മുക്ക് റോഡിലെ വെള്ളക്കെട്ടാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. പരുമലക്കടവ് മുല്ലശ്ശേരിക്കടവ് കടപ്രമഠം മുക്ക് റോഡിൽ കോളച്ചാലിൽ ഭാഗം വെള്ളക്കെട്ട് മൂലം ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പറ്റാത്ത തരത്തിലായിരുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 3, 5 വാർഡുകളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. 5-ാം വാർഡിലെ കോളച്ചാലിൽ ഭാഗത്തെ വെള്ളക്കെട്ട് മാറ്റുന്നതിനായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് 7.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. മറ്റേതോ റോഡിളക്കിയ വേസ്റ്റും മറ്റും ഉപയോഗപ്പെടുത്തി 73 മീറ്റർ നീളത്തിൽ റോഡ് ക്രമാതീതമായി ഉയർത്തിയതോടെയാണ് റോഡിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. മുൻപത്തേക്കാൾ വലിയ ദുരിതമാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതിൽ കനം കുറച്ചിട്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു. ആ സ്ലോപ്പ് നോക്കാതെ റോഡിന്റെ ലെവല് എടുക്കാതെ ഇത് ചെയ്തതാണ് ഇതിന്റെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ആൾക്കാർ പറയുന്നത് ഞാനിവിടെ വീട് പണിയുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. നോക്ക്, എൻ്റെ വീടിൻ്റെ ആ സൈഡിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഒന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് വേസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത, കഴിവില്ലാത്ത എഞ്ചിനീയർ എന്ത് പറഞ്ഞിട്ടും കേട്ടില്ല. ഞങ്ങൾ 3-4 വീട്ടുകാർ പറഞ്ഞാണ് ഇവിടുത്തെ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കും. അവർ ചെവിക്കൊണ്ടതേ ഇല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വലിയൊരു പ്രയാസമായിട്ടാണ് വന്നേക്കുന്നത്. ആൾക്കാർ വണ്ടിയുടെ അടിഭാഗം ഇടിക്കുകയാണ്. അവിടുന്ന് വരുമ്പോൾ ആ 2 സൈഡിലും ആ ഡിപ്പിൻ്റെ അവിടെയും എല്ലാ വണ്ടിയുടെ അടിഭാഗവും ഇടിക്കുന്നു. ഒരു കണക്കും ഇല്ലാതെ, ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ, ഒരുത്തരോടും ചർച്ച ചെയ്യാതെ തോന്നിയവാസം കാണിച്ചതാണ് പഞ്ചായത്ത്. മാന്നാർ വിയപുരം റോഡിനെയും കായംകുളം തിരുവല്ല സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. മാന്നാറിന്റെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നുള്ള 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യവും ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത്. ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ വൺ വേ ആയി കടത്തിവിടുന്നതും ഈ വഴിയിലൂടെയാണ്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഈ 1 കിലോമീറ്റർ റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തകർന്നു കിടക്കുമ്പോൾ 73 മീറ്റർ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്യുവാൻ 7.5 ലക്ഷം രൂപ മുടക്കിയതിൽ ക്രമക്കേടുള്ളതായും ആരോപണമുണ്ട്. 2024 മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 7,30,000 രൂപ 73 മീറ്ററിൽ ഈ ടാർ ചെയ്ത റോഡിന്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. 1 മീറ്റർ കണക്ക് കൂട്ടുമ്പോൾ 1 മീറ്ററിന് 10,000 രൂപ വരുന്നു. 7,30,000 രൂപയാണ് ഈ 73 മീറ്ററിന് ഈ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ധനഫണ്ടിൽ നിന്നും ചെലവാക്കിയിരിക്കുന്നത്. ഇത് ചെലവാക്കിയുള്ള ശാസ്ത്രീയപരമായ രീതിയിൽ യാതൊരു ബന്ധവുമില്ല.
യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഈ റോഡ് ഇവിടെ പണിതിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പർ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ടിപ്പർ എതിരെ കയറി വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോഴും വീതിയുമില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും പോകുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ റോഡ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. റോഡ് ഉയർത്തിയത് മൂലം കോൺക്രീറ്റ് അവസാനിക്കുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതായും പരാതിയുണ്ട്. അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നതെന്നും വഴിയിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകില്ലെന്ന് നിർമ്മാണവേളയിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു. അന്ന് വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. റേഷൻ വ്യാപാരികളോട് സർക്കാർ അവഗണന തുടരുന്നത് പ്രതിഷേധാർഹമെന്ന് KSRRDA ഓർഗനൈസിംഗ് സെക്രട്ടറി N. ഷിജിർ സംഘടനാ കുട്ടനാട് താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾക്ക് യഥാസമയം വേതനം ലഭിക്കാത്തത് മൂലം റേഷൻ ലൈസൻസികളും സെയിൽസ്മാൻമാരും പ്രതിസന്ധികൾ നേരിടുന്ന കാര്യം സർക്കാർ മറക്കരുതെന്ന് N. ഷിജിർ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ച് ഇത്രയും പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വലിയ പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാരി സുഹൃത്തുക്കൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 100-ൽ 10% ഒഴിച്ച് 90% വ്യാപാരി സുഹൃത്തുക്കൾ ഓരോ ദിവസവും തള്ളി നീക്കുന്ന അവരുടെ വീടുകൾ, കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് വലിയ ദുരിതത്തിലാണ്. ഇതെല്ലാം സർക്കാർ അറിയാമെങ്കിൽ പോലും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മാസം 3 മാസത്തോളം ചെയ്ത ജോലിയുടെ കൂലി പോലും തരുവാൻ അതിന് പത്രമാധ്യമങ്ങളിലൂടെയും സർക്കാരിന് നിവേദനം കൊടുത്തു റേഷൻ വ്യാപാരികളെ തെരുവിലിറക്കിയാൽ മാത്രമേ ചെയ്ത ജോലിയുടെ കൂലി തരത്തുകയുള്ളൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം അപലപനീയമാണ്. വലിയ പ്രതിസന്ധി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത ജോലിയുടെ കൂലി കഴിഞ്ഞ മാസവും സമരം ചെയ്തതിൻ്റെ ദിവസം പിറ്റേ ദിവസം പൈസ കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ഈ സർക്കാർ പോവുകയാണ്. ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ സർക്കാരാണ്. പക്ഷേ ഇപ്പോൾ ആ രീതിയിലല്ല പോകുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. 6 വർഷം മുമ്പ് നടപ്പിലാക്കിയ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നും താലൂക്കിലെ വാതിൽപ്പടി വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മങ്കൊമ്പിൽ ചേർന്ന സമ്മേളനത്തിൽ സംഘടന താലൂക്ക് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ്, പി. റാണിമോൾ, പത്മകുമാർ മനോജ്, ആൻഡപ്പൻ, ഫിലിപ്പ് കുട്ടി, ജോർജ് തോമസ്, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പ്രഭാരി PN ബാലകൃഷ്ണൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥർക്കും IPS ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് അവരുടെ മുഴുവൻ കുടിശ്ശികയും തീർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്. നമ്മളിവിടെ 2ാം ഘട്ട പൗരന്മാരാണോ? ജീവിതകാലം മുഴുവനും സർക്കാരിനെ സേവിച്ച ആൾക്കാരാണ് നമ്മൾ. നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന തരത്തില് നമുക്ക് അനുവദിക്കപ്പെട്ടതായിട്ടുള്ള ഈ പെൻഷൻ നമുക്ക് തന്നേ ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം 2024 ജൂലൈ 1 നിലവിൽ വരേണ്ട 12ാം ശമ്പള പരിഷ്കരണം, അതിനെപ്പറ്റി ഗവൺമെന്റ് ആലോചിച്ചിട്ടേ ഇല്ല. 12ാം ശമ്പള പരിഷ്കരണത്തിൽ നടപടിക്രമങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു തൊഴിലാളി വർഗത്തിന്റെ പേരില് അധികാരത്തിലേറിയിട്ടുള്ള ഈ ഗവൺമെന്റ് തൊഴിലാളിയോട് കാണിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു നിലപാടാണിത്. തൊഴിലിന്റെ മഹത്വത്തെ പറ്റിയും സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ശക്തിയെ പറ്റിയൊക്കെ വാദോരാതെ പറയുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ് തൊഴിലാളികളോട്, പെൻഷൻകാരോട് ഇത്തരത്തിൽ നീചമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. പെൻഷനേഴ്സ് സംഘ് താലൂക്ക് പ്രസിഡന്റ് KP സുകുമാരൻ കുന്നങ്കരി മുഖ്യപ്രഭാഷണം നടത്തി. BMS സംസ്ഥാന സമിതി അംഗം A. പ്രകാശ്, ജില്ലാ സെക്രട്ടറി SS ശ്രീകുമാർ, സംയോജകൻ KR വേണു, ജില്ലാ വനിതാ കൺവീനർ ബിന്ദു വിനയകുമാർ, പെൻഷനേഴ്സ് സംഘ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. ഹരി, ജില്ലാ സമിതി അംഗം G. സുകുമാരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 16ാം വാർഡ് മഹാത്മജി സ്മാരക വായനശാലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു.
നമുക്ക് സാധിച്ച നമ്മുടെ സമൂഹത്തിൽ അവരുടെ പേരുകൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും. പക്ഷെ അവരെ നമ്മുടെ സമൂഹത്തോട് ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യത്തെ പ്രതിരോധ ശക്തിയെ നശിപ്പിച്ച ഒരു രോഗമാണ്. നമ്മൾ 1990 എയ്ഡ്സ് ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. 33 വർഷമായിരിക്കും നമ്മുടെ രാജ്യത്ത് എയ്ഡ്സ് ദിനം ലോക രാഷ്ട്രങ്ങളിൽ 33 വർഷമായി ആചരിച്ചു വരുന്നത്. നമുക്കറിയാം ഹ്യൂമൻ ഇമ്മ്യൂണൽ വൈറസ് എന്നാണ് ഈ എയ്ഡ്സിനെ പറ്റി HIV എന്ന് പറയും. അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് പകരുന്നതിന് പ്രത്യേക രീതികളുണ്ട്. അതിനെ തടയുവാനുള്ള ബോധവൽക്കരണമാണ് പ്രധാനമായും നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടിയിൽ ADS വൈസ് പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷയായി. കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ വിഷയാവതരണം നടത്തി. ചൈൽഡ് അഡോളസെന്റ് കൗൺസിലർ വന്ദന വിശ്വനാഥ് എയ്ഡ്സ് ദിനത്തിൽ കരുതലും പ്രതിരോധവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വാർഡ് മെമ്പർ മെമന്റോ നൽകി ആദരിച്ചു. CDS അംഗം ജഗദമ്മ, ഹസീന, സുമ എന്നിവർ സംസാരിച്ചു. ADS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 3-4 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വിദ്യാഭ്യാസ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പരിഷത്ത് ഇങ്ങനെ ഒരു ജാഥയുമായി ഇറങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമുണ്ട്. ഒരു ജിയോ അതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഒരു ലഘുലേഖയാണ്, ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ വർഷം മുതൽ 30% എങ്കിലും മാർക്ക് ലഭിക്കാത്ത കുട്ടികളെ 8ാം ക്ലാസ്സിൽ അവരെ തോൽപ്പിക്കും, 9ാം ക്ലാസ്സിൽ വീണ്ടും 30% ഇല്ലാത്തവരെ തോൽപ്പിക്കും, 10ാം ക്ലാസ്സിൽ വീണ്ടും തോൽപ്പിക്കും. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താമെന്നൊരു ആശയമാണ് ആ ഓർഡർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ A+ വാങ്ങി പാസ്സാവുന്നു, പക്ഷേ അവരിൽ എഴുത്തും വായന അറിയാവുന്നവർ കുറവാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. അതിന്റെ ചൂട് പിടിച്ചാണ് ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ കൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമോ, ഇതാണ് പരിഷത്ത് ചോദിക്കുന്നത്. ഡിസംബർ 3 ചൊവ്വാഴ്ച രാവിലെ 9:30-ന് 2 വാഹനങ്ങളിലായി ആലപ്പുഴ ജില്ലയിലെ പര്യടനം ആരംഭിക്കുമെന്ന് പരിഷത്ത് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടക്കൻ ജാഥ പൂച്ചാക്കൽ നിന്നാരംഭിച്ച് ചേർത്തല ടൗണിലും തെക്കൻ ജാഥ പറവൂരിൽ നിന്നാരംഭിച്ച് പത്തിയൂരും സമാപിക്കും. വിദ്യാഭ്യാസ ജാഥ ബുധനാഴ്ച വൈകിട്ട് ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. കുട്ടനാട്ടിൽ ബുധനാഴ്ച വൈകിട്ട് 4:30-ന് പൂപ്പള്ളിയിലും 5:30-ന് രാമങ്കരിയിലും ജാഥ എത്തുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 14-ന് കാസർഗോഡ് നിന്നാണ് വിദ്യാഭ്യാസ ജാഥ ആരംഭിച്ചത്. ഡിസംബർ 10-ന് തിരുവനന്തപുരത്താണ് സമാപനം. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചങ്ങനാശ്ശേരി പാറയിൽ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് കൊടികയറി. അതിരൂപത വികാരി ജനറൽ മോൺസിങ്ങോർ ഡോക്ടർ മാത്യു ചങ്ങങ്കരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റിന് മുൻപായി ഇടവകയിലെ വിവിധ വാർഡുകളിൽ നിന്ന് ജപമാല പ്രദക്ഷിണമായി വിശ്വാസികൾ പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഓരോ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക ദിനമായി ആചരിക്കും. ഡിസംബർ 7-ന് രാവിലെ 5:15-ന് മാതാവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. അന്ന് വൈകുന്നേരം 6-ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടത്തും. ഡിസംബർ 8-നാണ് പ്രധാന തിരുനാൾ. അന്ന് വൈകുന്നേരം 4:30-നുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം കുരിശുമൂട് കവലയിലേക്ക് പ്രദക്ഷിണം നടത്തും. ഡിസംബർ 15-നാണ് കൊടിയിറക്ക തിരുനാൾ. പ്രൊക്കുറേറ്റർ ഫാദർ ചെറിയാൻ കാരിക്കൊമ്പിൽ, വികാരി ഫാദർ ജേക്കബ് വാരിക്കാട്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ടെജി പുതുവീട്ടിൽക്കളം, ഫാദർ ജിജോ മാറാട്ടുകളം, ഫാദർ നൈജിൽ തൊണ്ടിക്കാക്കുഴിയിൽ എന്നിവർ കൊടിയേറ്റിന് സഹകാർമ്മികത്വം വഹിച്ചു. ചമ്പകുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 7 ശനിയാഴ്ച ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറും. ഈ മാസം 14-നാണ് ആറാട്ട് എഴുന്നള്ളിപ്പ്.
ഞായറാഴ്ച പതിവ് പോലെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം 6-ന് പരിയാത്തിട്ട ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പടിപ്പുരിക്കൽ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ദീപാരാധനയും തുടർന്ന് യജ്ഞദീപ പ്രകാശനവും നടത്തി. തന്ത്രിമുഖ്യൻ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇതിന്റെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ പലർക്കും ഉണ്ടോ എന്ന് സംശയം തോന്നുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനാണ്. എന്നിരുന്നാലും ക്ഷേത്ര പുരോഹിതൻ എന്നുള്ള നിലയിൽ സമാജത്തിനോടുള്ള പ്രതിബദ്ധത, കർത്തവ്യം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കുറെ കാലം ജീവിച്ച് ഇവിടെ വിട്ടും പോയില്ല, പോകണില്ല, ഇവിടെ വിട്ടു പോകുന്നില്ലേ? നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വിട്ടു നിങ്ങളുടെ കാര്യമില്ല. ഭാഗവത ശ്രീ ചേപ്പാട് ഹരിശങ്കറാണ് യജ്ഞാചാര്യൻ. അമ്പലപ്പുഴ രാഹുൽ ശർമ്മയാണ് യജ്ഞഹോതാവ്. ഏഴംകുളം സുരേഷ്, കാരക്കോണം വിഷ്ണു, സരുൺ വെരുപുഴ എന്നിവരാണ് യജ്ഞപൗരാണികർ. സപ്താഹയജ്ഞം 1-ാം ദിവസം തിങ്കളാഴ്ച രാവിലെ 7-ന് ശ്രീമദ് ഭാഗവത പാരായണത്തിന് സമാരംഭം കുറിച്ചു. പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദൈവാലയത്തിലെ പാതുകാവൽ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷം നടന്നു. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രി സിഇഒ ഫാദർ MC പൗലോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദേവാലയം. പരിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളന്റെ തിരുശേഷവും അതുപോലെ തന്നെ ഗ്രിഗോറിയോസ് പുണ്യവാളന്റെ തിരുശേഷം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദേവാലയം. തീർച്ചയായിട്ടും ആ തിരുശേഷിപ്പുകൾ ഇവിടെ കൂടി വരുന്നവർക്കും ഈ നാടിനും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇടവക ദിനം വളരെ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം, അതിൻ്റെ ഒരു അനുഭവത്തിലാണ് നിങ്ങളെല്ലാവരും കൂടെ കൂടി വന്നിരിക്കുന്നത്. ഈ ഇടവക ദിനം ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. അടുത്ത ഒരു വർഷക്കാലം ഇതിൻ്റെ ഓർമ്മകൾ, ചിന്തകൾ പുതുക്കാൻ വരികയാണ്. അപ്പം നമ്മൾ ആ കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക അവസരം വരുന്നത് നമ്മുടെ ഇടവകയുടെ മുൻപിലാണ്. നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ജോലി ചെയ്യണം, അല്ലെ ഭർത്താവ് സാരി മേടിച്ചു കൊടുത്താൽ ആദ്യമായിട്ട് ആ സാരി ഉടുത്തോണ്ട് വരുന്നത് പള്ളിയിലായിരുന്നു. നല്ലൊരു വസ്ത്രം കിട്ടിയാൽ കുട്ടികൾ ആദ്യം ഉടുത്തോണ്ട് വരുന്നത് പള്ളിയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് ഇടവകയാണ്, പള്ളിയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബെനറ്റ് അധ്യക്ഷനായി. പെരുന്നാൾ കമ്മിറ്റി കൺവീനർ ജിബി കെ ജോസ്, ഫാദർ ആന്റണി ഷിജു, ഹോളി ക്രോസ് കോൺവെന്റ് മേധാവി സിസ്റ്റർ ക്രിസ്റ്റി, ട്രസ്റ്റി TM ജെയിംസ് എന്നിവർ സംസാരിച്ചു. പരുമല ആശുപത്രി സിഇഒ ഫാദർ MC പൗലോസിനെ ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7075 രൂപ, പവന് 56,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.